നമസ്കാരം. ജോർജ് ഓർവെലിന്റെ 1984 എന്ന മാസ്റ്റർ പീസിനെക്കുറിച്ചുള്ള ഈ അവലോകനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരൊറ്റ ഭരണകൂടം മനുഷ്യരുടെ സകല കാര്യങ്ങളും ചിന്തകളെപ്പോലും പൂർണ്ണമായി നിയന്ത്രിക്കുന്നത് എങ്ങനെയെന്ന് മനസ്സിലാക്കാൻ ഇതിലും മികച്ചൊരു ഉദാഹരണമില്ല, അല്ലേ? നമുക്ക് നേരിട്ട് കാര്യത്തിലേക്ക് കടക്കാം. ആദ്യം തന്നെ ഈ ലോകമൊന്ന് സങ്കൽപ്പിച്ചു നോക്കൂ. എയർ സ്ട്രിപ്പ് 1ന്റെ തലസ്ഥാനമായ ലണ്ടൻ നഗരം, തണുത്തുറഞ്ഞ ചാരനിറം കലർന്നൊരന്തരീക്ഷം, താഴെ 19ാം നൂറ്റാണ്ടിലെ ജീർണിച്ച പഴയ കെട്ടിടങ്ങൾ, അതിനു മുകളിൽ കൂറ്റൻ സത്യത്തിന്റെ മന്ത്രാലയം അഥവാ മിനിസ്ട്രി ഓഫ് ട്രൂത്ത് തലയുയർത്തി നിൽക്കുന്നു. വല്ലാത്തൊരു കാഴ്ചയാണത്. ഭരണകൂടം അഥവാ പാർട്ടി എങ്ങനെയാണ് ഈ നിയന്ത്രണം നിലനിർത്തുന്നത്? ഇതറിയാൻ നമ്മൾ പ്രധാനമായും 5 കാര്യങ്ങളാണ് നോക്കാൻ പോകുന്നത്. ഓഷ്യാനിയ എന്ന ഈ ലോകം, അവർ എങ്ങനെ ഭൂതകാലത്തെ നിയന്ത്രിക്കുന്നു, ഭാഷയെ എങ്ങനെ ഒരു തടവറയാക്കുന്നു, അധികാരത്തിന്റെ മനഃശാസ്ത്രം, പിന്നെ ഏറ്റവും ഒടുവിൽ വ്യക്തിത്വത്തിന്റെ മരണം. ഇത്രയുമാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത്. ശരി, ഒന്നാമത്തെ കാര്യത്തിലേക്ക് വരാം. ഓഷ്യാനിയ എന്ന ലോകം, അല്ലെങ്കിൽ എങ്ങും നിറഞ്ഞു നിൽക്കുന്ന ഭയം. അവിടെ ജീവിക്കുന്ന മനുഷ്യരുടെ ചുറ്റുപാടുകൾ എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കേണ്ട ഒരു സംഖ്യയാണത്. 300. സത്യത്തിന്റെ മന്ത്രാലയം വെറുമൊരു സാധാരണ കെട്ടിടമല്ല കേട്ടോ. 300 മീറ്റർ ഉയരത്തിൽ ആകാശത്തേക്ക് ഉയർന്നു നിൽക്കുന്ന തിളങ്ങുന്ന വെളുത്ത കോൺക്രീറ്റ് പിരമിഡാണത്. നഗരത്തിന് മാത്രമല്ല, ജനങ്ങളുടെ മനസ്സുകൾക്ക് മുകളിലും പൂർണ്ണ ആധിപത്യം സ്ഥാപിക്കുന്ന ഒന്നാണത്. ഇനി പുറത്തിറങ്ങി നടന്നാലോ? നഗരത്തിന്റെ മുക്കിലും മൂലയിലുമെല്ലാം വലിയൊരു പോസ്റ്ററുണ്ട്. വലിയേട്ടൻ നിങ്ങളെ നിരീക്ഷിക്കുന്നുണ്ട്. നമ്മൾ എങ്ങോട്ട് തിരിഞ്ഞാലും നമ്മളെ തന്നെ നോക്കുന്ന രീതിയിലാണ് അതിലെ കണ്ണുകൾ വരച്ചിരിക്കുന്നത്. എപ്പോഴും എവിടെയോ ആരെങ്കിലും നമ്മളെ നിരീക്ഷിക്കുന്നുണ്ടെന്ന ഭയം സദാസമയവും അവരിൽ നിറഞ്ഞു നിൽക്കുകയാണ്. അതിലും ഭയാനകമാണ് ടെലിസ്ക്രീനുകൾ. ഒരേ സമയം ശബ്ദവും ചിത്രവും സ്വീകരിക്കുകയും സംപ്രേഷണം ചെയ്യുകയും ചെയ്യുന്ന ഒരു ഉപകരണമാണിത്. തോട്ട് പോലീസ് അഥവാ ചിന്താ പോലീസ് എപ്പോഴാണ് നിങ്ങളെ നിരീക്ഷിക്കുന്നതെന്ന് നിങ്ങൾക്കൊരിക്കലും അറിയാൻ കഴിയില്ല. അതുകൊണ്ട് എപ്പോഴും നിരീക്ഷിക്കപ്പെടുന്നുണ്ട് എന്ന് സ്വയം വിശ്വസിച്ച് ജീവിക്കാൻ ജനങ്ങൾ നിർബന്ധിതരാകുന്നു. ശരിക്കും ഒരു പേടിപ്പെടുത്തുന്ന അവസ്ഥയാണത്. ഇനി രണ്ടാമത്തെ വിഷയത്തിലേക്ക് കടക്കാം. ഭൂതകാലത്തെ നിയന്ത്രിക്കൽ. ശാരീരികമായ നിരീക്ഷണങ്ങൾക്കപ്പുറം യാഥാർത്ഥ്യങ്ങളെ തന്നെ അവരെങ്ങനെയാണ് വളച്ചൊടിക്കുന്നതെന്ന് നോക്കാം. ഭൂതകാലത്തെ നിയന്ത്രിക്കുന്നവൻ ഭാവിയെ നിയന്ത്രിക്കുന്നു. വർത്തമാനകാലത്തെ നിയന്ത്രിക്കുന്നവൻ ഭൂതകാലത്തെ നിയന്ത്രിക്കുന്നു. കേൾക്കുമ്പോൾ തന്നെ ഒരു ഞെട്ടലുണ്ടാക്കുന്ന വാചകമാണത്, അല്ലേ? പാർട്ടിക്കൊരിക്കലും തെറ്റുപറ്റില്ല എന്ന് വരുത്തി തീർക്കാൻ ചരിത്രം നിരന്തരം മാറ്റിയെഴുതുക എന്നതാണ് അവരുടെ തന്ത്രം. ഈ പ്രക്രിയ എങ്ങനെയാണെന്നല്ലേ? നോവലിലെ നായകനായ വിൻസ്റ്റൺ സ്മിത്തിന്റെ ജോലി തന്നെ ഇതാണ്. പഴയ രേഖകൾ ശേഖരിക്കുന്നു, പാർട്ടിയുടെ ഇന്നത്തെ ആവശ്യങ്ങൾക്കനുസരിച്ച് അത് തിരുത്തിയെഴുതുന്നു, പഴയത് നശിപ്പിച്ച് കളയുന്നു, എന്നിട്ട് പുതിയ നുണകളെ ചരിത്ര സത്യങ്ങളായി ഫയൽ ചെയ്യുന്നു. ഇത് തികച്ചും യാന്ത്രികമായി നടക്കുന്നൊരു കാര്യമാണ്. ഉദാഹരണത്തിന്, ബൂട്ടുൽപാദനത്തിന്റെ കണക്കുകൾ തന്നെ എടുക്കാം. രാജ്യത്തെ പകുതി ജനങ്ങൾക്കും കാലിലിടാൻ ചെരുപ്പില്ല. എന്നിട്ടും 62 ദശലക്ഷം എന്ന വ്യാജ കണക്കിനെ വിൻസ്റ്റൺ വീണ്ടും 57 ദശലക്ഷമായി തിരുത്തുന്നു. ലക്ഷ്യത്തേക്കാൾ കൂടുതൽ നമ്മൾ ഉൽപ്പാദിപ്പിച്ചു എന്ന് പാർട്ടിക്ക് വെറുതെ അവകാശപ്പെടാൻ വേണ്ടി മാത്രമാണിത്. എന്തൊരു വിരോധാഭാസമാണല്ലേ? ഇത്രയും പച്ചക്കള്ളങ്ങൾക്കിടയിൽ ജീവിക്കാൻ ജനങ്ങൾ ശീലിച്ചൊരു വിദ്യയുണ്ട്: ഡബിൾ തിങ്ക് അഥവാ ദ്വിചിന്തനം. അതായത് പരസ്പര വിരുദ്ധമായ 2 കാര്യങ്ങൾ ഒരേ സമയം മനസ്സിൽ സൂക്ഷിക്കുകയും രണ്ടും വിശ്വസിക്കുകയും ചെയ്യുക. അറിഞ്ഞുകൊണ്ട് നുണ പറയുക, എന്നിട്ട് ആ നുണയെ പൂർണ്ണമായും വിശ്വസിക്കുക. ചിന്തിക്കാൻ പോലും ബുദ്ധിമുട്ടുള്ളൊരു മാനസികാവസ്ഥയാണിത്. മൂന്നാമത്തെ ഭാഗം, ഭാഷയെന്ന തടവറ അഥവാ ന്യൂസ് സ്പീക്ക്. മനുഷ്യന്റെ ചിന്തകളെ നിയന്ത്രിക്കാൻ ഭാഷയെ പാർട്ടി എങ്ങനെയൊരു ആയുധമാക്കുന്നു എന്നതാണ് ഇവിടെ കാണുന്നത്. മറ്റെല്ലാ ഭാഷകളിലും പുതിയ പുതിയ വാക്കുകളുണ്ടാകുമ്പോൾ ന്യൂസ് സ്പീക്കിൽ ഓരോ വർഷവും വാക്കുകളുടെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്തിനാണെന്നോ? പാർട്ടിക്കെതിരായ ഒരു ചിന്ത ഭാഷയിലൂടെ പ്രകടിപ്പിക്കുക എന്നത് ജനങ്ങൾക്ക് അസാധ്യമാക്കാൻ വേണ്ടി തന്നെ. ഒരു ചെറിയ ഉദാഹരണം പറയാം. ഫ്രീ അഥവാ സ്വതന്ത്രം എന്ന വാക്ക്. ന്യൂസ് സ്പീക്കിൽ ഇതിന്റെ അർത്ഥം നായയ്ക്ക് പേനുകളുടെ ശല്യമില്ല എന്നതുപോലെ ഭൗതികമായ കാര്യങ്ങൾക്ക് മാത്രമായി ചുരുക്കിയിരിക്കുന്നു. ബൗദ്ധികമോ രാഷ്ട്രീയമോ ആയ സ്വാതന്ത്ര്യം എന്നൊരു ആശയമേ ഇല്ലാതാകുന്നു. പിന്നെ എങ്ങനെ സർക്കാരിനെതിരെ ശബ്ദമുയർത്താൻ പറ്റും? ഭാഷ മരിക്കുമ്പോൾ നമ്മുടെ ഓർമ്മകളും പതുക്കെ ഇല്ലാതാകും. നോവലിലെ ജൂലിയുടെ സ്കൂൾ പഠനകാലം ഇതിനൊരു മികച്ച ഉദാഹരണമാണ്. ലോകത്തെ എല്ലാ വലിയ കണ്ടുപിടുത്തങ്ങളും, അത് ഹെലികോപ്റ്ററാവട്ടെ വിമാനമാവട്ടെ, എല്ലാം പാർട്ടിയുടേതാണെന്ന് അവർ കുട്ടികളെ പഠിപ്പിക്കുന്നു. മനുഷ്യന്റെ യഥാർത്ഥ ചരിത്രം അവിടെ പൂർണ്ണമായും മായ്ക്കപ്പെടുകയാണ്. നാലാമതായി നമ്മൾ നോക്കുന്നത് അധികാരത്തിന്റെ മനഃശാസ്ത്രമാണ്. സ്നേഹത്തിന്റെ മന്ത്രാലയം എന്ന പേരിലുള്ള കിളിവാതിലുകൾ പോലുമില്ലാത്ത കനത്ത സുരക്ഷയുള്ള ആ കെട്ടിടത്തിനുള്ളിൽ നടക്കുന്ന ഭയാനകമായ കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഈ മന്ത്രാലയങ്ങളുടെ പേരുകളൊന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ? സത്യം, സമാധാനം, സ്നേഹം, സമൃദ്ധി. കേൾക്കുമ്പോൾ എന്ത് നല്ല പേരുകളല്ലേ?
എന്നാൽ ഇതിനു പിന്നിൽ വലിയൊരു കാപട്യമുണ്ട്. ക്രൂരമായ യാഥാർത്ഥ്യങ്ങളെ മറച്ചുവെക്കാൻ പാർട്ടി ഉപയോഗിക്കുന്ന വ്യവസ്ഥാപിതമായ ഡബിൾ തിങ്കാണിത്. ജനങ്ങളിൽ എപ്പോഴും ഒരു ഭയവും വൈകാരികമായ ഉന്മാദവും നിലനിർത്തേണ്ടത് പാർട്ടിയുടെ ആവശ്യമാണ്. അതിനായി അവർ എപ്പോഴും ഓഷ്യാനിയയെ മറ്റു രാജ്യങ്ങളുമായി ഒരു യുദ്ധാവസ്ഥയിൽ നിർത്തുന്നു. ഈ യുദ്ധഭീതി കാരണം സ്വതന്ത്രമായി ചിന്തിക്കാൻ ആർക്കും കഴിയാതാകുന്നു. ഓബ്രിയാൻ എന്ന ഉദ്യോഗസ്ഥൻ വിൻസ്റ്റനെ ചോദ്യം ചെയ്യുമ്പോൾ പറയുന്നൊരു കാര്യമുണ്ട്. വളരെ ഞെട്ടിക്കുന്ന ഒരു സത്യമാണത്. അധികാരം ഒരു മാർഗമല്ല, അതൊരു ലക്ഷ്യമാണ്. പീഡിപ്പിക്കുന്നതിന്റെ ലക്ഷ്യം പീഡനം തന്നെയാണ്. അധികാരത്തിന്റെ ലക്ഷ്യം അധികാരം നേടുക എന്നത് മാത്രമാണ്. യാതൊരു മറയുമില്ലാതെ അയാളത് തുറന്നു പറയുന്നു. ഇനി നമ്മൾ അവസാനത്തെയും അഞ്ചാമത്തെയും ഭാഗത്തേക്ക് വരികയാണ്. വ്യക്തിത്വത്തിന്റെ മരണം. പാർട്ടിയുടെ ലക്ഷ്യത്തിന്റെ ഏറ്റവും ഭയാനകമായ മുഖം നമ്മളിവിടെയാണ് കാണുന്നത്. ഒരു മനുഷ്യന്റെ സ്വന്തം വ്യക്തിത്വത്തെയും ഇച്ഛാശക്തിയെയും പൂർണ്ണമായും ഇല്ലാതാക്കുക. അവർ അത് ചെയ്യുന്നത് എങ്ങനെയെന്നോ? മാതാപിതാക്കളും കുട്ടികളും തമ്മിലുള്ള ബന്ധം ഇല്ലാതാക്കുന്നു. പാർട്ടിയോടൊഴികെ മറ്റാരോടും കൂറോ സൗഹൃദമോ പാടില്ല. കല, സാഹിത്യം, ശാസ്ത്രം എല്ലാം നശിപ്പിക്കുന്നു. ഭയവും വെറുപ്പും മാത്രമുള്ളൊരു ലോകം. പുരോഗതിയെന്നാൽ കൂടുതൽ വേദനകളിലേക്കുള്ള പുരോഗതിയാണെന്ന് ഒബ്രിയാൻ തന്നെ പറയുന്നുണ്ട്. നിങ്ങൾക്ക് ഭാവിയുടെ ഒരു ചിത്രം വേണമെങ്കിൽ ഒരു മനുഷ്യന്റെ മുഖത്ത് നിരന്തരം ചവിട്ടുന്ന ഒരു ബൂട്ട് സങ്കൽപ്പിക്കുക. ഓർവെൽ നമുക്ക് നൽകുന്ന ഏറ്റവും ശക്തമായ മുന്നറിയിപ്പാണിത്. മനുഷ്യന്റെ അന്തസ്സിനും സത്യത്തിനും മീതെ ഒരു അധികാര കേന്ദ്രത്തിന് പൂർണ്ണ നിയന്ത്രണം കൊടുത്താൽ എന്താകും അവസ്ഥയെന്ന് ഇത് നമ്മെ ഓർമ്മിക്കുന്നു. അവൻ വലിയേട്ടനെ സ്നേഹിച്ചു. വിൻസ്റ്റന്റെ ഈ തോൽവിയിലാണ് കഥ അവസാനിക്കുന്നത്. ശത്രുക്കളെ കൊല്ലുകയല്ല, മറിച്ച് അവരെ മാനസികമായി പൂർണ്ണമായും തകർത്ത് തങ്ങളെ പീഡിപ്പിക്കുന്നവരെ തന്നെ സ്നേഹിക്കാൻ നിർബന്ധിതരാക്കുകയാണ് പാർട്ടിയുടെ യഥാർത്ഥ വിജയം. അവസാനമായി വിൻസ്റ്റന്റെ മനസ്സിലുണ്ടായ അതേ ചോദ്യം ഞാൻ നിങ്ങളോടും ചോദിക്കുകയാണ്. നമ്മുടെ ചുറ്റുമുള്ള യാഥാർത്ഥ്യങ്ങൾ നമ്മുടെ മനസ്സിനെ മാത്രം ആശ്രയിച്ചിരിക്കുന്നതാണെങ്കിൽ, ആ മനസ്സ് തന്നെ മറ്റൊരാൾ പൂർണ്ണമായി നിയന്ത്രിച്ചാൽ പിന്നെ എന്താണ് സത്യം? തീർച്ചയായും നമ്മൾ ഗൗരവമായി ചിന്തിക്കേണ്ട ഒരു കാര്യമാണിത്. ഈ അവലോകനം ഇവിടെ പൂർണ്ണമാകുന്നു. കേട്ടിരുന്നതിന് നന്ദി.